നമസ്കാരം. കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ വിധി ഡിസംബർ 8-ന് കോടതി പ്രഖ്യാപിച്ചിരുന്നു. 7 വർഷവും 8 മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത്. 8ാം പ്രതി നടൻ ദിലീപ് കേസിൽ കുറ്റമുക്തനായി. പൾസ് സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർ പ്രതികളാണെന്നും കോടതി വിധിച്ചു. അതേസമയം തന്നെ നടി ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്ക് എതിരെയുള്ള കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ഒടുക്കണമെന്നാണ് കോടതി വിധി. പ്രതികൾക്ക് പരമാവധി ശിക്ഷയില്ല. പ്രതികളുടെ പ്രായം പരിഗണിച്ചാണ് കോടതിയുടെ ഈ വിധി. ഇപ്പോഴിതാ കോടതി വിധിക്ക് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സമ്പൂർണ്ണ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. 1711 പേജുള്ള വിധിന്യായത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നടൻ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 300 പേജോളം വരുന്ന ഭാഗത്താണ് പ്രോസിക്യൂഷൻ വീഴ്ചകളടക്കം വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് അക്കമിട്ട് നിർത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് ഗൂഢാലോചനയിൽ 8ാം പ്രതി ദിലീപിന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ ഗൂഢാലോചന നടന്നതിന് തെളിവ് അപര്യാപ്തമാണെന്ന് കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. കേസിൽ 8ാം പ്രതിയായി ദിലീപ് കൊട്ടേഷന് പണം നൽകിയതിന് തെളിവുകൾ ഇല്ലെന്നും വിധി ഉത്തരവിൽ പറയുന്നു. ജയിലിനുള്ളിലെ ഫോൺ വിളിയിലും കോടതി സംശയം ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് വിധിയിൽ നിന്നും മനസ്സിലാവുന്നത്. എന്നാൽ തെളിവില്ലെങ്കിലും അറസ്റ്റ് അന്യായമല്ലെന്നും അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. സംഭവത്തിന്റെ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് 2013-ലാണ്. എന്നാൽ 2017-ലാണ് കുറ്റകൃത്യം നടന്നത്. 2 വർഷവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കോടതി വിധിയിൽ നിരീക്ഷിച്ചു. ദിലീപ് അറസ്റ്റിന് ശേഷവും ഫോൺ ഉപയോഗിച്ചു. അത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. അതിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്നും വിധിയിൽ കോടതി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ പൂട്ടണമെന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ദിലീപിന് പങ്കുണ്ടെന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിൽ പേരുണ്ടായിരുന്ന ഷോൺ ജോർജ് അടക്കമുള്ളവരെ കോടതിയിൽ എത്തിച്ചില്ലെന്നും പറയുന്നു. 2013-ൽ തന്നെ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നിങ്ങനെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. 2013 മുതൽ 2017 വരെയുള്ള കാലയളവിൽ വിവിധ കേസുകളിൽ സുനി എവിടെയായിരുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നും വിധിയിൽ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സുനി ഒളിവിൽ പോയതായി പ്രോസിക്യൂഷൻ വാദിക്കുന്നു. എന്നാൽ ചില ക്രിമിനൽ കേസുകളിൽ ഇയാൾ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാരണം കൊണ്ട് തന്നെ സുനി മറ്റ് കേസുകളിൽ പെട്ടതുകൊണ്ട് ഗൂഢാലോചന പ്രകാരം 2015-ൽ കുറ്റകൃത്യം നടപ്പാക്കിയില്ല എന്ന വാദം നിലനിൽക്കുന്നില്ലെന്നാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. സുനി എവിടെയായിരുന്നു എന്ന് കൃത്യമായി അന്വേഷിക്കാനോ ആ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനോ പോലീസിന് കഴിഞ്ഞില്ലെന്നും കോടതി പറയുന്നു. കോടതിക്കും ജഡ്ജിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നുവെന്നാണ് വിധിപകർപ്പിൽ പറയുന്നത്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്നുവെന്നും വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. പൂർണ്ണമായ വിധി പകർപ്പ് വന്നതോടെ ഇനി പ്രോസിക്യൂഷൻ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിജീവിത മേൽക്കോടതിയെ സമീപിക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. 8 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് നടി ആക്രമിച്ച കേസിന്റെ വിധി വന്നത്. ദിലീപ് കേസിൽ കുറ്റമുക്തനാണെന്ന് കോടതി വിധി എഴുതി. നടി ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി. 1ാം പ്രതിയായി പൾസ് സുനിക്കുള്ള ശിക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചു. സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. സുനിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. പ്രതികൾ ഇതിനിടെ കോടതിയോട് ഇളവ് ചോദിച്ചു. അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂവെന്നും അമ്മയുടെ സംരക്ഷണം തനിക്കാണെന്നും പൾസ് സുനി കോടതിയോട് പറഞ്ഞു. കോടതിയുടെ മുന്നിൽ 2ാം പ്രതി മാർട്ടിൻ പൊട്ടിക്കരഞ്ഞു. തന്റെ 20-ാം വയസ്സിൽ കുറ്റകൃത്യങ്ങൾ തൊഴിലാക്കിയ ആളാണ് സുനി. ലഹരി, മോഷണം, കവർച്ച, കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി കൂടിയാണ്. മാത്രമല്ല ഇയാളെ പോലീസ് നിരവധി തവണ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നടിയുടെ മാത്രമല്ല മറ്റു സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളും ഇയാൾ ഫോണിലെ മെമ്മറി കാർഡിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്നുവത്രേ. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു കോടതി പ്രതികളോട് ഓരോരുത്തരോടുമായി പറഞ്ഞത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പൾസ് സുനി പറഞ്ഞത്. കേസിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും അസുഖബാധിതരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു 2ാം പ്രതി മാർട്ടിൻ ആന്റണി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 5.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞെന്നും ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്നും മാർട്ടിൻ കോടതിയോട് പറഞ്ഞു. ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂവെന്നും മനസ്സറിഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു 3ാം പ്രതി ബി മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞത്. ജയിൽ ശിക്ഷ ഒഴിവാക്കി നൽകണമെന്നും മണികണ്ഠൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു 4ാം പ്രതി വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചത്. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും വിജീഷ് ആവശ്യപ്പെട്ടു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു 5ാം പ്രതി വടിമ്പാൾ സലീം കോടതിയിൽ പറഞ്ഞത്. ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞിന്റെയും ഏക ആശ്രയം താനാണെന്നും സലീം കോടതിയിൽ പറഞ്ഞു. കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നായിരുന്നു 6ാം പ്രതി പ്രദീപ് കോടതിയിൽ പറഞ്ഞത്. പ്രദീപും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞ് കോടതിയുടെ സഹതാപം നേടാനാണ് ശ്രമിച്ചത്. പ്രതികളോട് സംസാരിച്ചതിനു ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്.
യഥാർത്ഥ കുറ്റവാളി പൾസസുനിയാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു. പൾസസുനി മറ്റുള്ളവരെ പോലെയല്ല. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണിത്. അതേസമയം നടി ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ പാസ്പോർട്ട് സ്ഥിരമായി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ ദിലീപ്. ഇത് സംബന്ധിച്ച് കോടതിയിൽ അപേക്ഷയും ദിലീപ് നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ദിലീപ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നത്. നിലവിൽ ഇത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലാണ്. എന്നാൽ ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങുകയാണ് തങ്ങളെന്നും അതിനാൽ പാസ്പോർട്ട് വിട്ടു നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നേരത്തെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് വിചാരണ കോടതി ജഡ്ജി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹണിയം വർഗീസിന്റെ ഭൂതകാലം അന്വേഷിച്ചുകൊള്ളൂ, എന്നാൽ കോടതി നടപടികൾ ബുദ്ധിമുട്ടിച്ചാൽ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ചു. കേസിന്റെ കോടതി നടപടികളെ കുറിച്ച് വളച്ചൊടിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്ന കേസിൽ ഡിസംബർ 8-നാണ് വിധി പ്രഖ്യാപിച്ചത്. ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കുകയും 1ാം പ്രതിയായ പൾസസുനി ഉൾപ്പെടെ മറ്റ് 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 6 പ്രതികളുടെ ശിക്ഷാവിധി പറയും മുമ്പാണ് ജഡ്ജി മുന്നറിയിപ്പ് നൽകിയത്. കോടതിയെ മോശമായി ചിത്രീകരിക്കുന്നത് കോടതി ലക്ഷ്യ നടപടികൾക്ക് കാരണമാകുമെന്ന് ജഡ്ജി വ്യക്തമാക്കി. തന്നെക്കുറിച്ച് വ്യക്തിപരമായി വരുന്ന ലേഖനങ്ങളിൽ തനിക്ക് പ്രശ്നമില്ല, എന്നാൽ കോടതി നടപടികളെ വളച്ചൊടിച്ചുള്ള റിപ്പോർട്ടിംഗുകൾ ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്നും ജഡ്ജി പറഞ്ഞു. കോടതി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത് കോടതി ലക്ഷ്യമായി കണക്കാക്കും. കേസിന്റെ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുകയോ മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജഡ്ജി മുന്നറിയിപ്പ് നൽകി. ലൈംഗിക അതിക്രമത്തിനിരയായവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വിലക്കുന്ന നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട കേസായിരുന്നു ഇതെന്നും ജഡ്ജി ഹണിയം വർഗീസ് എടുത്തു പറഞ്ഞു. എന്നാൽ കേസിൽ റിപ്പോർട്ടിംഗിൽ പലപ്പോഴും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും ജഡ്ജി നിരീക്ഷിച്ചു.